പത്തിയൂർ പുളിയറ SKV ഹൈസ്കൂളിൽ യാത്രയയപ്പ് സമ്മേളനവും പത്മശ്രീ ദേവകിയമ്മയ്ക്ക് ആദരവ് നൽകുന്ന ചടങ്ങും നടത്തി. തിരുവിതാംകൂർ രാജകുടുംബാംഗവും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതി അംഗവുമായ ആദിത്യവർമ്മ ഉദ്ഘാടനം നിർവഹിച്ചു. പത്തിയൂർ പുളിയറ SKV ഹൈസ്കൂളിൽ യാത്രയയപ്പ് സമ്മേളനവും പത്മശ്രീ ദേവകിയമ്മയ്ക്ക് ആദരവ് നൽകുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. തിരുവിതാംകൂർ രാജകുടുംബാംഗവും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതി അംഗവുമായ ആദിത്യവർമ്മ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളിലെ പഠനവും ഇന്നത്തെ പഠനമൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ഫിംഗർ ടിപ്സിൽ എന്തും കിട്ടാനുള്ള സൗകര്യമുള്ള കാലമാണ്. എൻ്റെ കുട്ടിക്കാലത്ത് TV പോലും ഇല്ലായിരുന്നു. ഏഷ്യാഡ് വന്നപ്പോഴാണ് ആദ്യമായിട്ട് TV കാണുന്നത്. ഒരുപാട് വിദ്യാഭ്യാസം ഒരുപാട് പുരോഗമിക്കുന്ന കാലമാണ്. ഓരോ മണിക്കൂറും അല്ലെങ്കിൽ ഓരോ ദിവസവും പുതിയ ടെക്നോളജീസ് കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ റോബോട്ടിക് അസിസ്റ്റഡ് സർജറി ആദ്യമായിട്ട് സൗത്ത് ഇന്ത്യയിൽ തുടങ്ങി. നമ്മൾ പണ്ടൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു യന്ത്രത്തിന്റെ കാലമാണ്. ഇപ്പോൾ ആദ്യം മന്ത്രം, പിന്നെ തന്ത്രം, ഇപ്പൊ യന്ത്രം. ഇപ്പൊ യന്ത്രമാണ് എല്ലാം നമ്മളെ ഭരിക്കുന്നത്. ഡ്രൈവറില്ലാതെ വണ്ടി പോവുക, ഡ്രൈവറില്ലാതെ ട്രെയിൻ പോവുക, ഡ്രൈവറില്ലാതെ ഫ്ലൈറ്റ് പോവുക. നമ്മളൊക്കെ മുൻപ് വിചാരിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്? ഇല്ല. പിന്നെ എപ്പോഴും ഓരോ സ്കൂളുകളിൽ ഇങ്ങനെ പോകുമ്പോൾ അവിടുത്തെ ആൾക്കാർ പറയും കുട്ടികൾക്ക് നല്ല ഉപദേശം കൊടുക്കണമെന്ന്. അപ്പൊ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഏറ്റവും നല്ല ഉപദേശം നമ്മൾ അവരെ ഉപദേശിക്കരുത്. ഉപദേശം കേട്ടാൽ എതിർക്കാൻ മിക്കവർക്കും തോന്നും. നമ്മൾ പറയുക ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇതാണ് ശരിയെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. നിങ്ങൾ നിശ്ചയിച്ചൊരു തീരുമാനം എടുക്കുക, ഇങ്ങനെ ചെയ്ത് ഇന്നിങ്ങനെ സംഭവിക്കും. ചെറിയൊരു ഉദാഹരണം പറയാം. ആഹാരം കഴിക്കുമ്പോൾ എത്ര കുട്ടികൾ മൊബൈൽ നോക്കുന്നുണ്ട്? കുട്ടികളല്ലേ, വലിയ ആൾക്കാരും അതെ. ലേറ്റസ്റ്റ് ടെക്നോളജി പറയുന്നത് ആഹാരം കഴിക്കുമ്പോൾ മൊബൈൽ അടുത്ത് വെക്കാൻ പാടില്ലാണ്. പ്രത്യേകിച്ച് മൊബൈലിൽ മെസ്സേജ് അയച്ചുകൊണ്ട് ആഹാരം കഴിക്കാൻ പാടില്ല, അല്ലാതെ TV കണ്ടുകൊണ്ട് ആഹാരം കഴിക്കാൻ പാടില്ല. ഇവിടെ നിന്ന് കണ്ടുപിടുത്തമാണ്. അത് എന്താണ് അതിന്റെ സയൻസ് പുറകിലുള്ള കാര്യം എനിക്ക് വലുതായിട്ട് അറിയില്ല. 30 വർഷത്തെ ഔദ്യോഗിക സേവനത്തിന് ശേഷം വിരമിക്കുന്ന സ്കൂൾ പ്രഥമാധ്യാപിക സുമംഗല ദേവി SR, കായിക അധ്യാപകൻ SK സുരേഷ് കുമാർ, അധ്യാപകരായ സജിത്തമ്മൻ, K രമ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. സ്കൂൾ മാനേജ്മെന്റിന്റെയും PTA-യുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പത്മശ്രീ കൊല്ലകൽ ദേവകിയമ്മയ്ക്ക് ആദരവ് നൽകുകയായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ മാനസിക സന്തോഷത്തിനും ശാരീരിക ആരോഗ്യത്തിനും വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തിയാണ്. വനമാവണമെന്നൊന്നും ഉദ്ദേശിച്ചില്ല, ഈ പ്രസക്തികളൊന്നും ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷെ അത് കൈ നട്ട് നനച്ച് വളർത്തി ഒരു വനമായിട്ട് തീർന്നു. മുൻ മാനേജറും അധ്യാപികയുമായ മഞ്ജു പുളിയറ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ഈ പ്രാവശ്യം മാറി വന്ന 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പുസ്തകത്തിൽ കൃത്യമായി കേരള ചരിത്രവും കേരളത്തിൻ്റെ മുഖം മാറ്റിയ രാജവംശങ്ങളെയും കുറിച്ച് വളരെ കൃത്യമായി പഠിക്കാനുണ്ട്. ഗവൺമെൻറ് അത് കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നു. പാഠപുസ്തകം മാറ്റിയപ്പോൾ അത് വളരെ ശ്ലാഘനീയമായ ഒന്നാണ്. നമ്മൾ അറിയണം നമ്മുടെ ചരിത്രങ്ങളെക്കുറിച്ച്. നമുക്ക് താജ്മഹൽ മാത്രമല്ല ഉള്ളത്, ഇന്ന് കാണുന്ന രീതിയിൽ ആധുനിക. PTA പ്രസിഡന്റ് V സുഗു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജർ മായ മധു വിശിഷ്ടാതിഥിയായ ആദിത്യവർമ്മയെ ആദരിക്കുകയും മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K സുകുമാരൻ ആശംസാ പ്രസംഗം നടത്തി. സ്കൂളിലെ റിട്ടയർഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് G ശിവൻപിള്ള, സെക്രട്ടറി M സുഭാഷ്, ട്രഷറർ N ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു. സ്റ്റാഫ് സെക്രട്ടറി പ്രീതി OV കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.